അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലോക്സ്. എല്ലാവർക്കും സ്വാഗതം. അതായത് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പോത്തുണ്ടി ഡാമിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയിട്ടോ, എക്സാമിൻ്റെ ഒക്കെ ഒരു ഇടയിലാണ് എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എക്സാം കഴിഞ്ഞപ്പോൾ വെക്കേഷനിലാണ് ഈ വീഡിയോ ഞാൻ റിവീൽ ചെയ്യണമെന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞാൽ താത്തയും ഉണ്ണിയും പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോത്തുണ്ടി എത്താനാവുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കടയിൽ. അപ്പം അങ്ങനെ നമ്മൾ ചായയും ഇവിടെ കടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പഴംപൊരിയും കേട്ടോ ഒരു ചായയും കേട്ടോ മേടിച്ചത്. അങ്ങനെ ഞാൻ പഴംപൊരിയിൽ ചട്നിയിൽ പഴംപൊരി മുക്കിയിട്ട് കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മഅടുത്ത് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചായ വന്നു, നമ്മളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിനി പോത്തുണ്ടി ഡാമിലോട്ട് പോകും കേട്ടോ. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോത്തുണ്ടി ഡാം കാണാൻ പോകണോ അല്ല നമ്മൾ നെല്ലിയാമ്പതി പോകണോ എന്നുള്ള 2 കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നാമത് സമയം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും നെല്ലിയാമ്പതി കയറ്റി വിടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അവിടെ പോയി നോക്കാം എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോയി നോക്കിയപ്പോൾ ടൈമിൽ നമ്മളെ തിരിച്ചു വിടുകയാണ് കേട്ടോ ചെയ്തത്. നമ്മളെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കയറ്റി വിടില്ല എന്നുള്ളത്. അവിടെ ഈ നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആനൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർ നമ്മളെ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഏത് വണ്ടിനെയും മേലോട്ട് കയറ്റി വിടുന്നില്ല കേട്ടോ. ആ ടൈം ആയതുകൊണ്ട് എല്ലാവരിനെയും റിട്ടേൺ അയച്ചു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് കയറ്റി വിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗാർഡൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ താഴേക്ക് പോത്തുണ്ടി ഡാം ഗാർഡൻ കാണാൻ വേണ്ടി വന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാൻ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടാവും കേട്ടോ. സെഹറ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവിടുത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ആള്. നമ്മളവിടെ പോയിട്ട് സെഹ്റാനായിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാനും മസ്കയും കൂടെ സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മക്കൾ ഇങ്ങനെ ഓരോന്നിരിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ സെഹ്റാനെ വെച്ചിട്ട് ഇതിലിരുത്തിയിട്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഇറങ്ങണം തന്നെയല്ല കേട്ടോ.
അതിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് അങ്ങനെയൊക്കെ കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ അറ്റത്ത് പോവുകയാണ് കേട്ടോ. അവിടെ ഈ സിപ്പ് ലൈനും അതിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കുട്ടി നമ്മൾ അങ്ങനെ പോണ ടൈമിൽ പാർക്കിൽ ഇരുന്നിട്ട് പാവം ഒരു കുട്ടി തനിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ചാടി ചാടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടവും തോന്നി പാവവും തോന്നി കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ അതാ നമ്മൾ അവിടെ എത്തിയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും താത്തയും ഉമ്മയും കൂടിയിട്ട് മറ്റേ എന്താ പറയുക ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത്. കോണ് ഞങ്ങൾ എപ്പോൾ വന്നാലും അത് തന്നെയാണ് കേട്ടോ വാങ്ങാറ്. പിന്നെ അതാ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ സെഹ്റാപ്പി അവിടെ ഓരോ കുട്ടികളിങ്ങനെ വന്ന് ജീപ്പിലിരുന്നിട്ട് കളിക്കുന്നതാണ് നല്ല നോക്കിയിരിക്കായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഇതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡാമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. സെഹ്റാക്ക് ഒരു ബൊമ്മ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കമ്മലുകളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാനൊരു ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു വൈറ്റ് കളറിലുള്ളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു കണ്ണാടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം സെഹ്റാക്ക് ഇതാ ഒരു ബൊമ്മയൊക്കെ എടുത്തിട്ടുണ്ട്. രണ്ടിലും ഒരു ബൊമ്മ മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചാടി ചാടി പോണ ഒരു കോഴിക്കുഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ഐറ്റംസൊക്കെ അവൾ സെഹ്റാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു കണ്ണാടി കുഞ്ഞ് കണ്ണാടി കണ്ടപ്പോൾ ഞാനെടുത്തപ്പോൾ സെഹ്റാക്ക് ഒരു ചെറിയൊരു കണ്ണാടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടതാ പിന്നെ നമ്മൾ റിട്ടേൺ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ഒരു കടയിൽ നിർത്തിയിട്ട് പക്കോടയും അതുപോലെ തന്നെ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം ഇതാ സോഡയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട നാരങ്ങ സോഡ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഇതാ നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് റീന. ബൈ ബൈ, ഗുഡ് നൈറ്റ്.